കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നിട്ടാണ്. ഇതാണ് അതിൻ്റെ ബിൽഡിങ്. ഞാൻ പറഞ്ഞില്ലേ മൈക്ക് പണി തന്നു എന്ന്, അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യേണ്ടി വരുന്നത്. ഇത് അതിന് ചുറ്റുമുള്ള സ്ഥലമാണ്. ഈ കാണുന്ന ടണൽ ഗ്ലാസ് ബിൽഡിംഗ് ആണ്. ഇതിന് പാരലായിട്ട് ഒരു ടണലും കൂടെ ഉണ്ട്. ഒരു ഗവൺമെൻറ് ജോർജിയക്ക് വന്നപ്പോൾ ഇതൊരു വൈൻ മ്യൂസിയം ആക്കാമെന്ന് പറഞ്ഞിട്ടാണ് ബിൽഡ് ചെയ്തത്. പക്ഷേ ഗവൺമെൻറ് ചേഞ്ച് ചെയ്തു. അപ്പോൾ അവർ അത് ഡ്രോപ്പ് ചെയ്തു ഐഡിയ. ഇപ്പോൾ ഇത് അബാൻഡൻ ചെയ്തിട്ടിരിക്കുകയാണ് ഈ ബിൽഡിങ്. നല്ല രസമാണ് ഇതിൻ്റെ ചുറ്റും കാണാൻ. ഇവിടെ ഈ ഒരു ഗ്ലാസ് ഡോം ഉണ്ട് ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ റെസിഡൻസ്. നല്ല രസമാട്ടോ, എവിടെ നോക്കിയാലും ഗ്രീനറി, ചുറ്റും നല്ല പൂക്കളും ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഒരു ഹോട്ട് എയർ ബലൂണാണ്. ഇത് അങ്ങനെ ആരും ഉപയോഗിക്കുന്നത് കണ്ടില്ല, റെയറായിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നാണ് ഗൈഡ് പറഞ്ഞത്. പിന്നെ ഇവിടെ ചുറ്റും നിറയെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേബിൾ കാറിനുള്ള ക്രൗഡാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് റെസ്റ്റോറൻറ്റ്സ്. നല്ല വെയിലാണ് കേട്ടോ ഈ സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിചിത്രമായിട്ടുള്ള ഇവരെ കണ്ടത്. രസമുണ്ട്. പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്താ പറയുക, ഇവരെങ്ങനെയാണ് രാത്രി കിടന്നുറങ്ങുക? അങ്ങനെ ഞങ്ങൾക്ക് കയറാനുള്ള കേബിൾ കാർ എത്തി. ആൾക്കാർ മെല്ലെ ഇറങ്ങണു. ഞങ്ങളങ്ങനെ കയറി. കുറച്ച് പേടിയുണ്ടായിരുന്നു, കാരണം നിൽക്കില്ലല്ലോ. അങ്ങനെ സൈഡ് സീറ്റ് പിടിച്ചു. ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് അത് പോണത്. മദർ ഓഫ് ജോർജിയ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്യു ഉണ്ട് അവിടെ. ഇത് അവിടുത്തെ ഒരു മെയിൻ ഫ്ലോയിങ് റിവറാണ്. കുറ റിവർ എന്നാണ് ഈ റിവറിൻ്റെ പേര്. ഇത് ടർക്കിയിലാണ് ഉത്ഭവിക്കുന്നത്. എന്നിട്ട് ജോർജിയ വഴി അസർബൈജാനിലേക്കാണ് ഇത് ഒഴുകുന്നത്. കാണാൻ നല്ല രസമാണ്. ഇവിടെ ഞങ്ങൾ ബോട്ടിംഗ് പോയിരുന്നു. തിബ്ലിസി ടൗൺ മുഴുവൻ നമുക്ക് ഇവിടുന്ന് നന്നായിട്ട് കാണാൻ കഴിയും. നല്ല രസമുണ്ടായിരുന്നു. ചൂടുള്ളത് കാരണം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല വ്യൂ ആണ്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് കാണാൻ നമുക്ക് വലിയ ബിൽഡിങ്സോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, എല്ലാം പഴയ ബിൽഡിങ്സാണ്. ഒരു മോഡേൺ ബിൽഡിങ്സൊക്കെ വളരെ കുറവാണ്. ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വീടുകളും ഒക്കെ സാധാരണ വീടുകളാണ്. പകുതി പോപ്പുലേഷനും ഇവരുടെ ഈ തിബ്ലിസി ടൗണിലാണ്. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് കാസിലുകളൊക്കെ കാണാം. ചർച്ചോ അങ്ങനെ എന്തൊക്കെയോ ആണ്. എല്ലാം പഴയ ബിൽഡിങ്സ് ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നല്ല ഗ്രീനറിയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ വൃത്തി, അയ്യോ, അതെടുത്തു പറയണം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാം. ഇതൊരു കാസിലാണ്. ചർച്ചാണോ കാസിലാണോ ചോദിച്ചാൽ അറിയില്ല കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ മുകളിലെത്തി. മദർ ഓഫ് ജോർജിയ സ്റ്റാച്യു ഒക്കെ കണ്ട് തിരിച്ചിറങ്ങി ഞങ്ങൾ. നല്ലോണം ക്യൂ ഉണ്ടായിരുന്നു. അതൊരു പ്രശ്നമല്ലോ, ഈ വെയിലത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. തിരിച്ചങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ തിബ്ലിസി ടൗൺ എന്ന് പറയുന്നത്. ആ റിവറൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇറങ്ങുന്ന സമയത്ത്, കുറ റിവർ. അവിടെ ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.